ഇന്നലെ ഞാൻ ഈ ലഞ്ച് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇത് ഗ്ലാസ് ലിഡാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഗ്ലാസ് ലിഡ് അല്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. പക്ഷേ ഞാൻ മേടിച്ചത് പൊട്ടിയെന്ന് പറഞ്ഞു. ആഫ്റ്റർ ഓൾ ഇത് പിള്ളേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളല്ലേ, ഇതൊന്നും രാജസ്ഥാൻ മാർബിൾസിന്റെ അത്ര ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഇതെല്ലാം തന്നെ കയ്യിൽ നിന്ന് വീണ പൊട്ടുന്ന ഐറ്റംസ് ആണ്. സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ വീണാൽ ചളങ്ങും, ഇത് പൊട്ടും, അതേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ കുക്കൂന്ന് നിന്ന് ചോറും ചമ്മന്തിയും ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ. പൊതുവേ എനിക്ക് കേൾക്കാറുള്ളൊരു ആക്ഷേപമാണ് ഞാൻ ഈ ന്യൂഡിൽസ് ഒക്കെ ചുമ്മാ കൊടുക്കുന്നതുകൊണ്ടാണ് പിള്ളേര് മെലിഞ്ഞിരിക്കുന്നതെന്ന്. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അക്കോർഡിംഗ് ടു സയൻസ് ചോറിനെക്കാളും ന്യൂഡിൽസ് കൊടുത്താലാണ് കുട്ടികൾ തടി വെക്കുക. അപ്പോൾ അവന് തടി വെപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ അവന് ഇനിയും ന്യൂഡിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇന്ന് ലഞ്ച് കംപ്ലീറ്റ്ലി പ്രൊട്ടീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് സ്നാക്സിന് അവന് ഇഷ്ടപ്പെട്ട ഓറിയോ ബിസ്ക്കറ്റ്സും ചോക്കോ പൈയും പിന്നെ 2 ബോൺവിറ്റ ബിസ്ക്കറ്റ്സും ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമന്റിന്റെ വകുപ്പങ്ങ് മാറി. എല്ലാ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കും എല്ലാ ഫുഡും വെക്കാൻ പറ്റുന്നതല്ല, ചിലതിൽ ഓയിൽ ഉള്ളത് പറ്റും, ചിലതിൽ ഓയിൽ കണ്ടന്റ് പാടില്ല, അങ്ങനെയൊക്കെ. ഞാൻ മേടിക്കുന്ന പാത്രങ്ങളിലൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ ഉള്ളത് വെക്കാനും ഫ്രൈ ചെയ്തത് വെക്കാനും മുരിഞ്ഞത് വെക്കാനും കരിഞ്ഞത് വെക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഏതെങ്കിലും ലാബിലേക്കോ മറ്റോ അയച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് ഫുഡ് ഗ്രേഡ് ആണോ എന്ന് പ്രൂവ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം.